എന്റെ അമ്മേ ഇത്തിരി ചെമ്മീന് പോയിട്ട് ചെമ്മീൻ മാത്രം കിട്ടിയില്ല. അവക്കാണെങ്കിൽ ചെമ്മീൻ ഭയങ്കര ഇഷ്ടമല്ലേ. അതിപ്പോ മേടിക്കാൻ സമയമുണ്ടല്ലോ മോളെ. എന്റെ പ്രിയയെ അവള് കുറച്ചു ദിവസം നിൽക്കാനല്ലേ ഇങ്ങോട്ട് വരുന്നത്. അത് നമുക്ക് പിന്നെ മേടിക്കേ തീർന്നു പോയിട്ടായിരിക്കും. എന്നാൽ ഞാൻ 3 ഫിഷ് മാർക്കറ്റിലും പോയി. 3 ഫിഷ് മാർക്കറ്റിലും ഈ ചെമ്മീൻ തീർന്നു പോയി. അതല്ല ഇതിന് മാത്രം ചെമ്മീൻ ഇത് ആരാ വാങ്ങിക്കൊണ്ട് പോയല്ലോ ഞാൻ വിചാരിക്കുന്നത്. ഒരു തരിയില്ലായിരുന്നു. ഞാൻ കുറച്ചെങ്കിലും ഉണ്ടോ നോക്കിയിട്ട്. അതിപ്പോ ഇറച്ചി കിട്ടിയില്ലേ, അതൊക്കെ മതി. ഇതിപ്പോ അവളവിടെ തിന്നാതെയും കുടിക്കാതെയും കിടക്കുവാണ്. ഇവിടെ ഇഷ്ടംപോലെ സാധനമൊക്കെ തിന്നാനുണ്ടല്ലോ. പിന്നെ എന്നാ എന്റെ അമ്മ അവള് വന്നപാട് നമ്മൾ ചോറ് കൊടുക്കുമ്പോ അതിനോട് ആർക്ക് ഇഷ്ടപ്പെട്ട കറി വിളമ്പി കൊടുക്കുന്ന ഒരു സന്തോഷമല്ലേ. അത് മാത്രമല്ല അവളുടെ അമ്മായിമ്മയെ കാര്യം വലിയ പോരൊന്നും ഇല്ലെങ്കിലും ആളൊരു പിശുക്കത്തിയാന്ന് അവളെന്നോട് പറഞ്ഞത്. ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ കണക്ക് പറയുന്നത്. എനിക്ക് അത് കണ്ടപ്പോ ആകെ അങ്ങ് വിഷമമായി പോയി. ആ ഇനിയിപ്പോ പിന്നെ കഴിക്കാം. ഒരു കാര്യം ചെയ്യാം, നാളെ ഒന്നും കൂടെ ഞാൻ പോയി നോക്കാം ചെമ്മീൻ ഉണ്ടോന്ന് അറിയാൻ. എന്റെ ദൈവമേ, ഒരുത്തി ഇന്നലെ തുടങ്ങിയതാ. നാത്തൂൻ വരുന്നിടത്ത് വിളിച്ച് പറഞ്ഞപ്പോ തുടങ്ങിയതാ. അടുക്കലായി, തുടക്കലായി, മാർക്കറ്റിൽ പോകലായി. എന്റെ ദൈവമേ, എന്തൊക്കെ സാധനങ്ങളാ മേടിച്ചു കൂട്ടിയത് ഈ പെണ്ണിനെ അറിയത്തുള്ളൂ. ബിന്ദു ചേച്ചി, ബിന്ദു ചേച്ചി, കുറച്ച് ചീര തരണേ. കാര്യം ഞാൻ ഇന്ന് മാർക്കറ്റിൽ പോയതാ. പക്ഷെ അവിടെയുള്ള ചീരയൊന്നും ഒരു ഗുണവും ഇല്ല. തളർന്നിങ്ങനെ കിടക്കുക. ചേച്ചിയുടെ അമ്മ നല്ലതല്ലേ, പറമ്പിലുണ്ടായതല്ലേ. തരണേ കുറച്ച്, ഇന്നേ നിത്യ വരും. അതുകൊണ്ടാ. ആ ഞാൻ എടുത്ത് വെച്ചേക്കാം. ആ പ്രിയേ, പ്രിയേ. ആ സുജയോ? ആ ചേച്ചി ചുരിദാർ തയ്ച്ചിട്ടുണ്ട് കേട്ടോ. പ്രിയോട് പറഞ്ഞേക്കെ. ഞാനേ നിക്കുന്നില്ല, തിരക്കാ, പോണം. ചുരിദാറോ? പ്രിയയുടെ ആണോ? അല്ല, നിത്യ ഇന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ എന്റെ ഒരു ചുരിദാർ തയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അപ്പൊ നിത്യയുടെ ഒരു അളവ് ചുരിദാറും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. നിത്യയുടെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഇവളുടെ തിരക്കുള്ളത് കൊണ്ടിട്ട് ഞാൻ ഓടി പടച്ച് ഒരു തരത്തിൽ തയ്ച്ചു. എന്റെ പൊന്നു സുജയ, ഇന്നലെ നിത്യ വരുന്നുണ്ടെന്ന് വിളിച്ച് പറഞ്ഞപ്പോ തുടങ്ങിയതാ ഇവിടെ കിടന്ന് ഇവിടെ ഓട്ടടാ ഓട്ടമാണ്. അയ്യോ ഒന്നും പറയണ്ട, ചുരിദാർ വാങ്ങിയത് തയ്ക്കാൻ തന്നതൊന്നും ഞാൻ അറിഞ്ഞും കൂടി ഇല്ലെന്നേ. ചേച്ചിക്ക് എന്തായാലും ഭാഗ്യമുണ്ട്, സ്നേഹമുള്ളൊരു മരുമോളെ കിട്ടിയല്ലോ. ഞാനൊക്കെ ആണെങ്കിൽ എന്റെ ആങ്ങളയുടെ കല്യാണം കഴിഞ്ഞ പിന്നെ എന്റെ വീട്ടിലേക്ക് പോയിട്ട് 2 ദിവസം തികച്ചു നിന്നിട്ടില്ല. അതെന്റെ വീടാന്നും കൂടി ഇപ്പൊ എനിക്ക് തോന്നാറില്ല. നമ്മളൊന്നും ചെന്ന് നിൽക്കുന്നൊന്നും നാത്തൂനൊന്നും ഇഷ്ടമില്ല. അതുകൊണ്ട് നമ്മളൊന്നും പോകാറില്ല. അത് നീ പറഞ്ഞത് നേരാ. ഇപ്പൊ എന്റെ മോൾ ഓരോ ലീവിനോ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോ എന്നെ കഴിഞ്ഞ് എത്ര നന്നായിട്ട് ഇവിടെ പ്രിയ അവളെ നോക്കുന്നതെന്ന് അറിയാമോ. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഭയങ്കര സ്നേഹവും അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊരു ഭാഗ്യം തന്നെയാ ഓരോ വീട്ടിൽ നടക്കുന്നതൊക്കെ വെച്ച് നോക്കുമ്പോ. ചിപ്പി മോളെ, എടി നിന്റെ മാത്സിന്റെ പുസ്തകമൊക്കെ എടുത്തു വെക്ക്. ബാക്കി പുസ്തകമൊക്കെ എടുത്ത് അലമാരയിൽ വെച്ചിട്ടില്ലേ? എല്ലാ പുസ്തകം എടുത്തു വെച്ചല്ലോ. മാത്സിന്റെ എടുത്ത് പുറത്ത് വെക്ക്. ഉണ്ണിക്കൂട്ടി നിന്ന് വരുമ്പളേ അവനെ പഠിപ്പിക്കാനോ അടുത്ത കൊല്ലത്തേക്കുള്ളത്. അവനെ ഞാൻ പഠിപ്പിച്ചോളാം, അമ്മ പഠിപ്പിക്കണ്ട. പഠിപ്പിച്ചാൽ മതി. അവനുമായിട്ട് വെറുതെ കുസ്തി കൂടാൻ നിൽക്കരുത്. കുറച്ച് കഴിയുമ്പോ ഇങ്ങോട്ട് വരുവാ. അമ്മ ചോറും കറിയും മാത്രം ഉണ്ടാക്കിയോളാം, പലഹാരങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അനിയനോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ പലഹാരം തിന്നാൻ ഓർത്തിട്ടാണോ? സ്നേഹമുണ്ട്, പിന്നെ കഴിക്കുകയും ചെയ്യാലോ. എന്നാ ഉണ്ണിക്കുട്ട ബിസ്ക്കറ്റ് കഴിച്ച. എനിക്ക് വേണ്ട. പിന്നെ എന്താ മോന് വേണ്ടേ? മാങ്ങാപ്പഴം വേണോ? ഏ അവന് വേണ്ടായിരിക്കും ചേച്ചി, ഇപ്പൊ ചോറ് കഴിച്ചതല്ലേ ഉള്ളൂ. വെറുതെ അല്ല കൊച്ചിന് ഇങ്ങനെ ക്ഷീണം. ഈ പിള്ളേർക്ക് ചോറ് കഴിച്ചതെന്ന് പറഞ്ഞ് പിന്നെ ഒന്നും കൊടുക്കാതിരിക്കുകയോ ചെയ്യേണ്ടത്. എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം. നിനക്ക് സ്കൂൾ അടച്ചപാട് ഇങ്ങോട്ട് പോരാൻ മേലായിരുന്നോ? ഇത്ര ദിവസം എടുത്തേന്താ? അങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ കുറെ നാൾ ഇവിടെ നിന്നിട്ട്? എനിക്കൊരു വകതിരിവില്ലാന്ന് ഇവിടുത്തെ നാട്ടുകാർ പറയൂലേ. ഇനിയിപ്പോ എന്തായാലും 2 മാസം കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കാൻ നേരത്ത് പോയാൽ മതി. എന്റെ ചേച്ചി, എനിക്ക് ഇവിടെ നിൽക്കാൻ സന്തോഷമേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നിൽക്കാൻ. പിന്നെ എന്തൊക്കെ പറഞ്ഞത്, ഞാനൊരു 2 ആഴ്ച നിന്നിട്ട് അങ്ങ് പോകും ചേച്ചി. അതല്ലേ അതിന്റെ ഒരു ശരി. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നിനക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ അത് പറഞ്ഞാൽ മതി. നിന്നോട് പറയാൻ വേണ്ടിട്ട് ആരെങ്കിലൊക്കെ പറ്റില്ല. എന്തെങ്കിലും ചെയ്യും. മോനെ, ആന്റി മാങ്ങാപ്പഴം എടുത്തോണ്ട് വരാം. പൊടി. എന്താടി വന്നപാട് പോകുന്ന കാര്യം പറയുന്നേ? ഏ ഒന്നുമില്ലമ്മേ. ചേച്ചി എന്നോട് പറയാ സ്കൂള് തുറന്നു കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന്. 2 മാസം ഞാൻ ഇവിടെ നിൽക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ 2 ആഴ്ച കഴിയുമ്പോ അങ്ങ് പോകുന്നു പറഞ്ഞതാ. അങ്ങനെ അങ്ങ് ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അമ്മേ? ഞാൻ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇതും ഒക്കെ വാങ്ങിക്കും. ഇല്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങി പൈസയൊക്കെ വെറുതെ കളയും. അങ്ങനെ അങ്ങ് ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് പറ്റൂലമ്മേ. പിന്നെ അത് മാത്രമല്ല, ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ ഈ 2 മാസം കൊണ്ടിട്ട് വീട് ഭാർഗവീയ നിലയമായിട്ട് മാറും. അവിടുത്തെ അമ്മയാണെങ്കിൽ ഒരു വൃത്തിയില്ല, അങ്ങനെ വൃത്തിയാക്കും ഒന്നുമില്ല. പിന്നെ എനിക്ക് ഇരട്ടി പണിയായിരിക്കും. അത് പിന്നെ പ്രായമായതല്ലേ, അത്രയൊക്കെ അല്ലേ തൂക്കാനും തുടക്കാനും ഒക്കെ പറ്റുള്ളൂ. അതിന് നീ മോൻ പൂർപ്പിക്കും ഒന്നും പറയാനൊന്നും നിൽക്കണ്ട. നീ പോയി നോക്കി കണ്ടു എന്താന്ന് വെച്ചാൽ ചെയ്താൽ മതി. ഇവിടെ നിൽക്കുമ്പോ സമാധാനമായിട്ട് നിൽക്കും കേട്ടോ.
ഞാനൊന്നും പറയൊന്നുമില്ലമ്മേ, ചെന്നങ്ങ് വൃത്തിയാക്കും, അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ. ഉം. ഉണ്ണിക്കുട്ട, എങ്ങനെയുണ്ട് മാങ്ങപ്പഴം? നല്ല മധുരം ഉണ്ടോ? നല്ല മധുരമുണ്ട്. ആണോ? ചേച്ചി, വൈകുന്നേരത്തേക്ക് എന്താ ചെയ്യണ്ടേ? ഞാനും കൂടെ കൂടാം. എന്റെ പൊന്നു നിത്യ, തൽക്കാലം നീ ഒന്നും ചെയ്യണ്ട. നീ അവിടെ വല്ലയിടത്തും പോയി ഇരിക്കുവോ കിടക്കുവോ റെസ്റ്റ് എടുക്കുവോ എന്തെങ്കിലും ചെയ്യും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, അവിടെ കയറിയിരുന്നോ. ഏ എല്ലാം ഞാനും അമ്മയും കൂടെ ഉണ്ടാക്കിക്കോളാം. നീ ഇവിടെ വന്നിട്ട് പണിയെടുക്കാൻ വേണ്ടി നിൽക്കണ്ട. വൈകുന്നേരത്തേക്ക് ചോറുണ്ട്, കുറച്ച് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കാം. ഓ, ചോറുണ്ടെങ്കിൽ പിന്നെ അത് മതി ചേച്ചി, ഇനി ചപ്പാത്തി ഒന്നും ഉണ്ടാക്കണ്ട. ഇനി ഉണ്ടാക്കാം, വേണമെന്ന് തോന്നിയാ കഴിക്കാനോ. 2 കഷ്ണം താടാ. അമ്മേ, വൈകുന്നേരം നമുക്ക് സിനിമ കാണാൻ പോയാലോ? അപ്പയോട് ഒന്ന് പറയണേ. ആ, പറഞ്ഞു നോക്കാം. ഓക്കെ. എന്താടി? നമുക്കേ ഇന്ന് വൈകുന്നേരം ഒരു സിനിമ കാണാൻ പോയാലോ? നിത്യ വന്നതല്ലേ. ഞാൻ നോക്കിയതാ, ടിക്കറ്റ് കിട്ടിയില്ല. ആണോ? എന്നാ ഒരു കാര്യം ചെയ്യാം, നാളത്തേക്കുള്ളത് ബുക്ക് ചെയ്യേ, പെട്ടെന്ന് ബുക്ക് ചെയ്യേ, അല്ലെങ്കിൽ പിന്നെ കിട്ടൂല. ആ, ചെയ്യാം. എങ്കിൽ പിന്നെ നമുക്ക് പിള്ളേരെ കൊണ്ടൊന്ന് പാർക്കിലൊക്കെ പോയാലോ? ഉണ്ണിക്കുട്ടനും ഉണ്ടല്ലോ. എടി, പാർക്കിൽ മറ്റന്നാൾ പോവാം. ഞാൻ അവളോട് പറഞ്ഞു 2 മാസം നിൽക്കാൻ വേണ്ടിട്ട്, പക്ഷെ 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ പോണെന്നാ അവള് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഏതായാലും അച്ഛന്റെയും അമ്മയുടെ ഒക്കെ ബന്ധുക്കളുടെ വീട്ടിൽ എല്ലാവർക്കും കൂടി ഒക്കെ ഒന്ന് പോയിട്ട് വരാം. ഇവിടെ വരുമ്പോഴല്ലേ അവർക്ക് പോകാൻ പറ്റുള്ളൂ, അവിടുന്ന് അവനൊന്നും കൊണ്ടുപോകൊന്നുമില്ല. ആ, എല്ലായിടത്തോടെ ഒന്ന് കറങ്ങിയിട്ട് വരാം. എന്നാ ഞാൻ അവളോട് പറയട്ടെ, ഭയങ്കര സന്തോഷമാവും, എല്ലായിടത്തും ഒന്ന് പോയി കറങ്ങി വരാലോ. പെണ്ണ് പറഞ്ഞിട്ട് കേൾക്കണ്ട, 2 ആഴ്ചയെ നിൽക്കുള്ളൂ. പ്രിയമോളെ, ഞാനേ വൈകുന്നേരത്തേക്കുള്ള പാല് പോയി വാങ്ങിക്കൊണ്ട് വരാം. നീ ഇന്ന് പോകണ്ട, ഞാൻ അമ്മ പൊക്കോളാം കേട്ടോ. അമ്മ, അവള് 2 ആഴ്ച കഴിയുമ്പോ പോണെന്ന് പറയുവാ. ആ, പൊക്കോട്ടെ മോനെ, പിന്നെ ലീവ് കിട്ടുമ്പോ വരുമല്ലോ. അവിടെ എല്ലാന്ന് പറഞ്ഞാലും അവിടുത്തെ അമ്മയും അച്ഛനും തന്നെയല്ലേ ഉള്ളൂ. പിന്നെ അവനായാലും ഇവിടെ ഇല്ലാണ്ടൊന്നും ശരിയായി തരാം. അപ്പൊ അതുകൊണ്ട് കെട്ടിച്ചു വിട്ടതല്ലേ നമ്മൾ, എന്തൊക്കെ 2 മാസം നിൽക്കണം, നമുക്ക് വാശി പിടിക്കാൻ പറ്റിയല്ലോ. അതുകൊണ്ട് പോവാണെങ്കിൽ പൊക്കോട്ടെ കേട്ടോ. അമ്മ വന്നാ പിന്നെ പോയി പാല് മേടിച്ചുകൊണ്ട് വരാം കേട്ടോ. ആ, നിത്യേ, കൊച്ചിനെ കുളിപ്പിച്ചോ? അവൻ തന്നെയാ ചേച്ചി ഇപ്പൊ കുളിക്കുന്നേ, തന്നെ കുളിച്ചു. ഒറ്റയ്ക്കോ? വൃത്തിക്ക് കുളിക്കുവോ? ഞാൻ കുളിപ്പിക്കായിരുന്നു. കുളിപ്പിക്കാൻ സമ്മതിക്കൂല, പിന്നെ ഇടയ്ക്ക് ഞാൻ നിർബന്ധിച്ച് പിടിച്ചു വെച്ച് കുളിപ്പിക്കുന്നതാ. ചേച്ചി, എന്താടി? ചുരിദാർ ഇഷ്ടപ്പെട്ടായിരുന്നോ? ആ, ചുരിദാർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന് ചേച്ചി എപ്പോ എടുത്താലും സൂപ്പർ അല്ലേ. ചേച്ചിയുടെ സെലക്ഷൻ അടിപൊളിയാ. ഞാൻ നിന്റെ ആങ്ങളനെ കല്യാണം കഴിച്ചോണ്ടല്ലേ നീ അങ്ങനെ പറഞ്ഞത്. പോടുന്നു, അതുകൊണ്ടൊന്നുമല്ല. ചേച്ചി എങ്ങനെ ചേച്ചി ഇങ്ങനെ ആകാൻ പറ്റുന്നത്? എന്റെ ഭാഗ്യ ചേച്ചിനെ പോലത്തെ ഒരു നാത്തൂനെ കിട്ടിയത്. എന്റെ ഫ്രണ്ട്സൊക്കെ അവരുടെ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ എപ്പോഴും ചേച്ചിനെ ഓർക്കും. നിനക്കറിയോ, ഞാൻ എത്ര നാളായി എന്റെ വീട്ടിലൊന്ന് പോയി നിന്നിട്ടെന്ന്. വീട്ടിലൊന്ന് പോയി നിൽക്കാനൊക്കെ കൊതിയാവുക. പക്ഷെ എന്ത് ചെയ്യാനാ. എന്റെ ആങ്ങളുടെ ഭാര്യയ്ക്ക് ഞാൻ വീട്ടിൽ പോകുന്നു അവിടെ നിൽക്കുന്നത് ഒന്നും ഇഷ്ടമല്ല. എന്നെ കാണുമ്പോൾ തന്നെ അവളുടെ മുഖം വീർത്ത് വരും. അപ്പൊ പിന്നെ ഞാൻ പോയി കുറച്ചു നേരം അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് പോരും. വീട്ടിലൊന്ന് പോകാനും അമ്മേനെ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാനും ഒക്കെ കൊതിയാവുക. പിന്നെ ഞാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവളാണെങ്കിൽ ആങ്ങളയ്ക്ക് സ്വൈര്യം കൊടുക്കൂല. അച്ഛൻ മരിച്ചു പോയതുകൊണ്ട് അമ്മ മാത്രമല്ലേ ഉള്ളൂ, അമ്മയുടെ സമാധാനവും പോകും. അതുകൊണ്ടിട്ട് ഞാനായിട്ട് എന്തിനാ അവരുടെ സ്വസ്ഥതയും സമാധാനം കളയുന്നതെന്ന് വിചാരിച്ച് ഞാൻ വീട്ടിലേക്ക് പോകാറേ ഇല്ല. എന്ത് തെറ്റാ ഞാൻ എന്റെ നാത്തൂനോട് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. സ്നേഹം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്നാലും അവൾക്ക് ഞാൻ ചെല്ലുന്ന ഇഷ്ടമല്ല. എന്റെ വീടും ഞാൻ ഓടിക്കളിച്ച മുറ്റമൊക്കെ ഇപ്പൊ എനിക്ക് എന്റേതല്ലാതായി മാറി. അതുപോലത്തെ ഒരു വിഷമം നിനക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇത് നിന്റെ വീടാ, നിനക്ക് എത്ര കാലം വരുവോ നിൽക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ, സന്തോഷവും മാത്രമേ ഉള്ളൂ. എന്നെപ്പോലെ ഒരിക്കലും നീ വേദനിക്കാൻ പാടില്ല. ചേച്ചി സങ്കടപ്പെടരുത്, ചേച്ചിക്ക് ഞാനില്ലേ. എന്താവശ്യം ഉണ്ടെങ്കിലും എപ്പോഴും ചേച്ചി എന്നെ വിളിച്ചാൽ മതി, ഞാൻ മാത്രം മതി. വേറെ ആരും ചേച്ചിനെ സങ്കടപ്പെടുത്തുന്നത് എനിക്ക് സഹിക്കാൻ പറ്റൂല. പോയി പണി നോക്കാൻ പറ. ഇത്ര സ്നേഹമുള്ള ചേച്ചിനെ മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ. സാരമില്ല,